നമ്മൾ ഇപ്പം പ്രസാദ സദ്യ ഒന്ന് കാണാൻ വേണ്ടി വന്നതന്നെ, നമുക്ക് കാണാം. പപ്പടം എന്താ മോളെ രണ്ട് വട്ടേ സാമ്പാറും ചോറും അല്ലേ? ഇത് കിച്ചടി അല്ലേ? ഇത് കൂട്ടുകറി, അത് കായ്ക്കറി അല്ലേ? ഉപ്പേരി, അതെ. അച്ചാറ് അല്ലേ? പിന്നെ ഈ പ്രസാദ സദ്യൻ്റെ എല്ലാം ഇല്ലാത്ത പ്രസാദ സദ്യൻ്റെ താഴ്ത്തുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ വയസ്സായ കൂട്ടുണ്ടാവില്ലേ, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കൂട്ടർക്ക് അവർ വീടുകളിലേക്ക് പ്രസാദ സദ്യ എത്തിക്കും അല്ലേ? മറ്റുള്ള ക്ഷേത്രത്തിന് വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അവരെ പോലും വയസ്സായ കൂട്ടരെ പോലും അവർ മാറ്റി നിർത്താണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക്, ഒരു ചെറിയ ആക്കൊന്നല്ല, ഒരുപാട് പേർക്ക് വയസ്സായ വിദേശത്തുള്ള എല്ലാ വീടുകളിലും അത് കൊടുക്കും. അതെ അതെ. പേര് പറയും, എന്താ പേര്? പ്രസാദ്. എവിടെയാ വീട്? വീട് തന്നെ. എല്ലാ ക്ഷേത്രത്തിലും എത്തിച്ചേരാറുണ്ട്. പറ്റുന്നിടത്തെല്ലാം എത്തും. വണ്ടി ഉണ്ടോ? വണ്ടി ആക്കണം. ഒരു വണ്ടി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധൈര്യത്തിൽ എവിടെ എത്താല്ല. ഉന്തു വണ്ടി വേണമെന്നില്ല. ഉന്തു വണ്ടി മറ്റേ ഇതുപോലത്തെ നമുക്ക് ബാക്കി ഇത് മതിയല്ലോ. ഇതുപോലത്തെ സ്കൂട്ടർ കിട്ടിയാൽ മതി. എന്നാൽ ബാഗ് അതിനുള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടെങ്കിൽ യാത്ര പോകും. അതും ഉണ്ടല്ലേ? അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ? അതെല്ലാം നടക്കും. അവിടെ മറ്റേ ഗുഡ്സിലങ്ങനെ കൊണ്ടു എത്തിച്ചാൽ മതി അല്ലേ സാധനം? കുറച്ചും കൂടി ഡെവലപ്പാണോ? എന്നാൽ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. ശ്രീധർമ്മശാസ്ത്ര സാക്ഷാത് സന്നിധിയിൽ പ്രസാദ സദ്യ ആരംഭിച്ചിരിക്കുകയാണ്. പ്രസാദ സദ്യയിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇല്ലപ്പോ ഒരുപാടാണ് ഇത് പറഞ്ഞല്ലേ ക്യാമറയിൽ ഇല്ല എല്ലാം ഓക്കെയാണ് അതിൽ ആരാ പറഞ്ഞത് നമ്മൾ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞു പകരടിക്കാൻ പറ്റില്ല ക്യാമറ വന്നില്ല അതിൻ്റെ എല്ലാം വന്നു ചക്കരക്കില്ല പിന്നെ ഇപ്പൊ ആ കുട്ടി കൊടുത്തില്ലേ നമസ്കാരം. ഇനിയും കാത്ത ഞാൻ ചൊറി വെക്കാൻ എടുക്കുന്നു. ബൈദാറിനോട് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇത് നമ്മളെ സുഹൃത്താന്നും മാരാറാന്നും അല്ലേ? രാജീവ് മാരാറാന്ന്. ഒരുപാട് പുരസ്കാരവും കാര്യങ്ങളും കിട്ടിയ ആളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കിട്ടാനുണ്ട്. അതെ, ഭഗവാന്റെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊട്ടുവരുന്ന പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നലെ ആലോചിക്കുന്നുണ്ട്, എവിടെയോ ഈ മുഖം കണ്ടില്ല. നമ്മൾ കോൺടാക്ട് വിട്ടുപോയില്ലേ? നമ്മുടെ വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? യൂട്യൂബ് ചാനലിൽ സംസാരിച്ചായിരുന്നു. അതെ. എന്തായാലും നിങ്ങളുടെ നാട്ടിലെന്തോ സംഭവം നമുക്ക് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു, മറന്നുപോയി. അതെ അതെ അതെ. അപ്പോൾ എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ പടുവിലായി. പടുവിലായി.
പിന്നെ വേറെ എന്തെല്ലാം പ്രോഗ്രാമിന് ക്ഷേത്രം മാത്രമാണോ അല്ലെങ്കിൽ മെയിനായിട്ട് ക്ഷേത്രം തന്നെ പഞ്ചവാദ്യം തായമ്പക മേളം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. പിന്നെ 10-40 പേര് കൂടിയുണ്ട്. അതെ നമ്മൾ വിദേശത്തും ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് അല്ലേ? പിന്നെ എന്തോ വൈദ്യത്തിന് എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ? ഉണ്ട്. അതെന്താ പരിപാടി? ഇവിടെ വൈദ്യത്തിന് എന്തോ ഒരു പരിപാടി? അത് നമ്മുടെ അംഗീകാരത്തിന് വാദ്യരത്നം നമുക്ക് ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അത് ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ല നമസ്കാരം, നമുക്ക് കാണാം. സന്തോഷം. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. കണ്ട മുതലേ എനിക്ക് അറിയാലോ. അതെ 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 കുട്ടികൾ നമുക്ക് ഒരുപാട് സംസാരിച്ചു. അതെ അതെ. നല്ല നമസ്കാരം. നമ്മൾ വയനാട് വൈത്തിരിയാണ്. ഹിമാലയത്തിൽ ഇങ്ങോട്ട് വന്നു. എല്ലാവരും ഇരുന്ന് അങ്ങോട്ടല്ലോ നമ്മുടെ ഇങ്ങോട്ട്. ഇനി നേരെ ഇവിടെ ചെറിയ ആവശ്യമുണ്ട്, അതും കൂടി കഴിഞ്ഞേ പോകും. ആള് വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. നിങ്ങളുണ്ടല്ലോ എവിടെയാ? മാഷമാരാ സ്കൂളിൽ അല്ലേ? ടീച്ചർമാരെ കണ്ടിന്യൂ ആയിട്ട്. ഏതാ സ്കൂളിൻ്റെ പേരെന്താ? ഞാനാ സ്കൂളിൻ്റെ പേര് നിങ്ങൾ തന്നെയാണ്? പല്ലശ്ശേരി. അങ്ങനെ കുട്ടികൾ നല്ല നല്ല മാർക്ക് വാങ്ങുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് ഇനി തോനെ മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ടായി കൊടുക്കാൻ കേട്ട് 100 100 കഴിയിട്ട് കേട്ടാ. സന്തോഷം. അതെ അതാ വന്നില്ലേ? നമ്മൾ ഈ അന്നദാനശാല തുടങ്ങാൻ വേണ്ടി പോകുന്നു പറഞ്ഞില്ലേ? അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിൽ നമ്മൾ അടുത്ത കമ്മിറ്റിക്ക് നോക്കിയിട്ട് കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം ചെയ്യും അല്ലേ? അങ്ങനെയല്ല പറ്റും അല്ലേ? അപ്പോൾ അഥവാ ജനങ്ങൾ പിന്നെ കല്ലോ അല്ലെങ്കിൽ സിമെന്റോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നത് ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലേ? ഇന്നലെ തന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം കൂടി ആ നമ്പർ പറഞ്ഞേക്കും. 9847 988376 അല്ലേ? പിന്നെ നിങ്ങൾക്ക് പിന്നെ ക്ഷേത്രത്തിൽ വലിയൊരു അന്നദാനം ഇപ്പോൾ കണ്ടില്ല, ആളെ കണ്ടില്ല നിങ്ങൾ? ഏകദേശം 1000-ലധികം ജനങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുവാണ്. അത് ഏകദേശം ഒരു 3-3:30 വരെ പോകും. പക്ഷെ എല്ലാവരും കഴിയുന്നവരെ ഫുഡ് കൊടുക്കും അല്ലേ? ഒരാളെ പോലും രാത്രി വരെ അത് വെച്ചാൽ ഒരാളെ പോലും മടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു അന്നദാനശാല ഇവിടെ അത്യാവശ്യമാണ്. നാനാദേശത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ശ്രീധർമ്മശാസ്താവ് നിന്നിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ പറയപ്പെടുന്നത്. അത് അമ്പും വില്ലും കയ്യിലേന്തിയ ഉണ്ടല്ലാണ്. അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന് ചെയ്യാന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ സർവ്വ ദുരിത പാവങ്ങളും തീരാൻ ഏറ്റവും എളുപ്പം ഒരു മാർഗ്ഗം എന്താ? എല്ലാവരും പറയും അന്നം കൊണ്ട് തീരാത്ത പാവങ്ങളൊന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നം കൊടുക്കാനുള്ള ഒരു വഴിയും മാർഗ്ഗമാണ് തേടി നടക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുടെ സഹായങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്.
ക്ഷേത്ര പ്രസിഡൻ്റാണ് ഭരതാട്ടൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചരിത്രങ്ങളിലും ഇതിന് മുമ്പിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക അത് ക്ഷേത്രത്തിൽ ചെയ്ത് കൊടുക്കുക അല്ലേ? അങ്ങനല്ല പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വേറെ നമ്പറും കൂടി കൊടുത്തിട്ടില്ല നമ്മൾ അല്ലേ? ഒരാളും കൂടി കൊടുത്തിട്ടില്ല. അതെ, ആരോ കൊടുത്തിട്ടില്ല. അപ്പോൾ അഥവാ ഭരതാട്ടം കിട്ടിയില്ലെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി അല്ലേ? അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയച്ചാലും മതി. ക്ഷേത്രത്തിനെ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ അത് കോൺടാക്ട് ചെയ്യാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി തരും. എന്നാൽ നല്ല നമസ്കാരം. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ക്ഷേത്ര കാഴ്ചയുമായി നമ്മൾ ഉടനെ വരും. നല്ല നമസ്കാരം.